ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തേക്ക് പോവാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദേനെയും വിക്രത്തിനെയാണ്. അപ്പൊ ഞാൻ എൻ്റെ അച്ഛൻ ചിന്തിക്കുന്നതിലും ശരിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ ഞാൻ ഇനി ഈ ജീവിതത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല എന്ന് വിക്രം വേദയോട് പറയാണ്. ഒരു ദിവസത്തിനെങ്കിലും എന്ന് ചോദിച്ചു. ഇതൊരു ചലഞ്ചായിട്ട് നിങ്ങളൊന്ന് മാറ്റിവെക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി എടുക്കാൻ, കൂലിപ്പണിയോ മണൽ വാരലോ കല്ലു ചുമടയോ അങ്ങനെ എന്തെങ്കിലും എന്ന് ചോദിച്ചു. എന്നിട്ട് ആ കിട്ടിയ കാശ് കൊണ്ട് ഒരു തോർത്തുമുണ്ടെങ്കിൽ അത് വാങ്ങി അച്ഛൻ്റെ നേരെ ഒന്ന് നീട്ട്. എന്നിട്ട് പറ, അത് നിങ്ങളുടെ വിയർപ്പിന്റെ വിലയായിരുന്നു എന്ന് പറയണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും ഉള്ളുവേകുന്നത് ആരുടേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചെയ്തിട്ടും അച്ഛൻ നിങ്ങളോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് എങ്കിൽ എൻ്റെ പേര് വേദ എന്നല്ല, വേതാളം എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് വേദ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പൊ വിക്രം ഒന്നും മിണ്ടിയില്ല. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെ കാണുന്നത് വിനായകനെയാണ്. അപ്പൊ വിനായകനും അതുപോലെ തന്നെ നന്ദിനി. അപ്പൊ നന്ദിനി ആ പെറുക്കിയെടുത്ത, അതായത് വിക്രം കൊണ്ടുവന്ന ആ സാരിയും മുണ്ടും ഒക്കെ എടുത്തോണ്ട് അകത്തോട്ട് പോന്നിരുന്നല്ലോ. വിനേട്ടാ, ഇത് കണ്ടോ, പുതിയ സാരിയും അച്ഛന് വാങ്ങിക്കൊണ്ടു വന്ന മുണ്ടും ഷർട്ടും ഒക്കെയാണ്. ഇത് വിക്രം വാങ്ങിയത് അവർക്ക് വേണ്ടിയിട്ട്, വിവാഹ വാർഷിക സമ്മാനം. പക്ഷെ അച്ഛൻ ഇത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഞാനിത് ഇങ്ങെടുത്തോണ്ട് പോന്നു. എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കുന്നത്? അതവര് ചോദിക്കില്ലേ നന്ദിനി? ചോദിച്ചാൽ എന്താ, നമ്മളെടുത്തു എന്നങ്ങ് പറയണം. ഒന്നുമില്ലെങ്കിലും നമ്മൾ അവന്റെ ഏട്ടനും ഏട്ടത്തിയൊക്കെ അല്ലേ, അപ്പൊ പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കണം. എങ്കിലും അവൻ അച്ഛനും അമ്മയ്ക്കും വാങ്ങിക്കൊടുത്ത സ്ഥിതിക്ക് അത് ഒരു കുഴപ്പമില്ല. ഈ ഷർട്ട് നിങ്ങൾക്ക് പാവമാവോന്ന് എനിക്കറിയില്ല, പക്ഷെ മുണ്ട നിങ്ങൾക്ക് പാകാവും എന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ സാരി അത് ഞാൻ ഉടുക്കുക തന്നെ ചെയ്യും. അമ്മ എന്താണെങ്കിലും ഉടുക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. അപ്പൊ ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദിനിക്ക് ഭയങ്കര കുരുട്ടുബുദ്ധിയാണല്ലോ. പക്ഷെ വിനായകൻ ഭയങ്കര ആലോചനയിലാണ്. എന്താ, കുറേ നേരമായാലും ആലോചിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? നീ പറഞ്ഞത് ശരിയാ. ഞാൻ ആലോചിക്കുന്നതേ, അവര് എന്താ പറയാ, അച്ഛനും അമ്മയ്ക്കും ഒരു ജോഡി ഡ്രസ്സ് അവരുടെ വിവാഹ വാർഷികത്തിന് ഞാൻ വാങ്ങിക്കൊടുത്താലോ എന്നാ. എന്താ ഇപ്പൊ പുതിയതായിട്ട് അങ്ങനെ തോന്നാൻ? അല്ല, അവര് ഇന്ന് വരെയും ആരോടും ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു തവണയെങ്കിലും നമ്മളത് ചെയ്യണ്ടേ നന്ദിനി എന്ന് ചോദിച്ചു. എന്റെ പൊന്നു വിനായകേട്ടാ, നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. എന്റെ പൊന്നു വിനയേട്ടാ, നിങ്ങൾക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. ഇത് കണ്ടോ, അവൻ വാങ്ങിക്കൊടുത്തതിന് ചോരയുടെ മണമുണ്ടെന്ന് പറഞ്ഞ് ആ വലിച്ചെറിഞ്ഞത്. അത് പിന്നെ അവൻ ജോലി ചെയ്യാത്തത് കൊണ്ടായിരിക്കും. ഞാൻ വാങ്ങിക്കൊടുത്താലോ? നിങ്ങൾ വാങ്ങിക്കൊടുത്താ എന്താ ഇപ്പൊ പറയാന്ന് ഞാൻ പറയാം. നീ വല്ലവരെയും പറ്റിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടല്ലേടാ ഇത് വാങ്ങിയത് എന്നിങ്ങനെ അച്ഛൻ ഗാംഭീര്യമായി നിന്ന് ചോദിക്കും. എന്താ, ശരിയല്ലേ? അത് ശരിയാണ്. എങ്കിലും അത് ഒരു തവണയെങ്കിലും നന്ദിനി, എന്റെ പൊന്നോ, ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങളൊന്ന് കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പൊ വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ നിന്നപ്പോഴത്തേനും, നീ എവിടെ ഇരിക്കും നന്ദിനി എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ പിടിച്ചിരുത്തി. നന്ദിനി, എന്നാലും അച്ഛൻ്റെ അമ്മയുടെയും ഒരു വിവാഹ വാർഷികമായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ അതൊരു സന്തോഷമാവില്ലേ എന്ന് ചോദിച്ചു. എന്റെ പൊന്നോ, നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കേ, വിശ്വേട്ടന്റെ കാര്യം. ആ മനുഷ്യനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അച്ഛൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ഉറപ്പാണേ. അപ്പോ വിശ്വേട്ടന്റെ കാര്യത്തിലും അല്ലെങ്കിൽ നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി കുറച്ചെങ്കിലും ചെലവിന് പൈസ കൊടുക്കുന്നില്ലേ? ഉണ്ട്. എന്നിട്ടും അങ്ങേർക്കും നിങ്ങൾക്കും ഒക്കെ തുല്യ പ്രാധാന്യമല്ലേ അച്ഛൻ തരുന്നുള്ളൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അപ്പം മിണ്ടാതിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയണം. എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും കാര്യം പറയാൻ പറ്റുള്ളൂ. ആ, ഉണ്ട് എന്ന് പറഞ്ഞു. ആ ശരി, അപ്പോ എന്ത് ചെയ്യണം എന്നാ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? നമ്മുടെ ചെലവിന് കൊടുക്കുന്നത് പോലും എണ്ണിച്ചുട്ട അപ്പം പോലെയാ. അതിൽ കൂടുതൽ നമ്മൾ ചെലവാക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം നമുക്കെതിരെ ഉണ്ട്. ശരിയല്ലേ? അതും ശരിയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ നിങ്ങള് മുണ്ടും ഷർട്ടും വാങ്ങിക്കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ കൊടുത്തു കഴിയുമ്പോ നമ്മൾ കൊടുക്കുന്ന പൈസയേക്കാൾ കൂടുതൽ നമുക്ക് വരുമാനമുണ്ട് എന്നും ആ വരുമാനം നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണെന്നും അവര് ചിന്തിക്കില്ലേ? അതും ശരിയാ. അപ്പോ ഈ ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിക്കൊടുത്താൽ ഇനി മുതൽ അച്ഛൻ ചിലപ്പോ, എടാ വിനായക, നീ പോയി കറണ്ട് ബിൽ അടയ്ക്കാം, നീ പോയി പച്ചക്കറി വാങ്ങ, നീ പലചരക്ക് വാങ്ങ എന്ന് പറയില്ലേ? അതും ശരിയാ എന്ന് പറഞ്ഞു. അപ്പൊ ശരിയായ സ്ഥിതിക്ക് നമ്മൾ അതിന് മുതിരണോ? നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നിങ്ങളൊന്ന് ഒരു കാര്യം ഓർത്തു നോക്കിയേ. അച്ഛൻ്റെ കയ്യിൽ അച്ഛന് പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കൃഷി അച്ഛൻ്റെ സ്വന്തമായിട്ടാണ്. അത് നിങ്ങൾക്കുണ്ടോ? ഇല്ല.
പെൻഷൻ നിങ്ങൾക്കുണ്ടോ? ഇല്ല. നിങ്ങൾ വല്ലവരുടെയും കച്ചവടം നടന്നാൽ മാത്രം നിങ്ങൾക്കൊരു നക്കാപ്പിച്ച തുക കിട്ടും. ആ തുക കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഇനിയിപ്പം ആ തുക കിട്ടിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, അച്ഛൻ മരണപ്പെട്ടാല് അമ്മയ്ക്ക് അതിന്റെ പെൻഷന്റെ പകുതി പൈസയെങ്കിലും കിട്ടും ജീവിക്കാൻ. നിങ്ങളെ മരിച്ചാ പിന്നെ എനിക്ക് എന്താ മനുഷ്യ കിട്ടുക എന്ന് ചോദിച്ചു വേഗം. അപ്പം ഒന്നുമില്ലല്ലോ, ഞാൻ വെറും പിച്ചച്ചട്ടിയായിട്ട് നടക്കേണ്ടി വരും. എന്താ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വേണം കരുതാനായിട്ട്. എനിക്ക് എന്തെങ്കിലും തരണമെന്നും അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും നോക്കണമെന്നും ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാതെ പിന്നെ ആരാ മനുഷ്യ ഉള്ളത്? എന്താ, ശരിയല്ലേ? ആ ശരിയാ ശരിയാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വിനായകന് മനസ്സിലായി കാണൂലോ അല്ലേ? മനസ്സിലായി എന്തിനി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇനിയിപ്പൊ നമ്മളായിട്ട് ഒന്നും കാണണ്ട. എന്നാ നമുക്കൊന്ന് പുറത്തു പോയി ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ച് നല്ല സെറ്റായിട്ട് ഇങ്ങ് വന്നാലോ? എന്നാ വേഗം പോയി ഞാൻ റെഡി ആവാം എന്ന് പറഞ്ഞ നന്ദിനി അങ്ങ് പോവാണ്. എന്റെ ദൈവമേ, ഇങ്ങനൊരു സാധനം എന്ന് പറഞ്ഞ വിനായകൻ. അവള് പറഞ്ഞതിലും പക്ഷെ കാര്യമുണ്ട് എന്ന് വിനായകൻ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കാണുന്നത് വിശ്വത്തിനെയാണ്. അപ്പൊ വിശ്വം ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിതനായിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ ആരെയും കാണുന്നില്ലല്ലോ. അപ്പൊ ശ്രീജ അങ്ങോട്ടേക്ക് അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുമായിരുന്നു. വേഗം ഇറങ്ങിച്ചെന്നു. വിശ്വേട്ടാ, എന്താ ആള് ഭയങ്കര ക്ഷീണിതനായിട്ടാണല്ലോ വരവ്? ഭയങ്കര ജോലിയായിരുന്നോ? എന്ത് ജോലി? ഒരു ജോലി ഉണ്ടായിരുന്നില്ല, ചുമ്മാ എന്നാലും ഒരു ക്ഷീണം, അത്രയേ ഉള്ളൂ. പിന്നെ ബസ് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് നടന്നാ വന്നത്, അതുകൊണ്ടുള്ള ക്ഷീണ. എന്നാ പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ പാടില്ലായിരുന്നോ? നീ തന്ന പൈസ അല്ലേ കയ്യിലുള്ളൂ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോണ്ടേ? അത് പൈസ കിട്ടുന്നിടം വരെ എങ്ങനെയെങ്കിലും മുൻപോട്ട് പോകണമല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചില്ല. എന്റെ പൊന്നോ, എന്റെ വിശ്വേട്ടാ. അപ്പൊ കയറി വന്നോണ്ടേ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട, അല്ല ജ്യൂസ് ഉണ്ടോ എടുക്കാൻ? അന്നൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അയ്യോ, ഒന്നും ഇരിപ്പില്ലല്ലോ. നാളെ മുതൽ ഞാൻ വരുമ്പോ നീ കുറച്ച് ജ്യൂസ് ഒക്കെ അടിച്ചു വെച്ചേക്കണം. കുറച്ച് എനർജിയും പ്രോട്ടീനും ഒക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാ. വല്ല കട്ടിപ്പണിയാണോ? ഒരു കട്ടിപ്പണിയില്ല. അച്ഛൻ്റെ ബുക്കിലെ ആ ഒരു പേജ് ഉണ്ടല്ലോ, അത് നമ്മൾ വെട്ടും. ഇനി എനർജി ഹാർഡ് വർക്ക് തന്നെ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇതെന്നെ വിശ്വേട്ടൻ തന്നെയാണോ എന്ന് വിശ്വസിക്കാനാവാതെ ശ്രീജി ഇങ്ങനെ നിൽക്കുവാണ്. വിശ്വത്തിന്റെ പറച്ചിലൊക്കെ കേട്ട് പാവം അത് മുഴുവൻ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. വിശ്വം ജോലിക്ക് പോയി, വിശ്വത്തിന് പൈസ കിട്ടും എന്നൊക്കെ ഓർത്ത്. അപ്പൊ ശ്രീജ പറയാണ്, സത്യത്തില് ഈ ജോലി ഒരു മാസം മുന്നേ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. എന്താ, അല്ല അവരുടെ വിവാഹ വാർഷികത്തിന് ഒരു ഡ്രസ്സ്, ഒരു സാരിയെങ്കിലും വാങ്ങിക്കൊടുക്കാമായിരുന്നു. സാരമില്ല, അടുത്ത തവണയാവട്ടെ നമുക്ക് ഗംഭീരമായിട്ട് അങ്ങ് ആഘോഷിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞ് വിശ്വം ഒരു സോപ്പിടിയിലൊക്കെ സോപ്പിട്ടിട്ട് ആൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. പിന്നെ കാണുന്നത് വിക്രത്തിനെയാണ്. അപ്പൊ വിക്രത്തിന്റെ മനസ്സ് നിറച്ച് അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യവും ഡ്രസ്സ് എടുത്ത് എറിഞ്ഞതും പിന്നെ ശേഷം വേദ പറഞ്ഞ കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പൊ ഒരു ദിവസത്തേക്കെങ്കിലും മാറിക്കൂടെ? അപ്പം എന്താ അച്ഛൻ കരുതിയിരിക്കുന്നത് എന്നൊക്കെ വേദ വിശദമായി പറഞ്ഞു കൊടുത്തിരുന്നു വിക്രത്തിന്. അപ്പൊ അതൊക്കെ ആലോചിച്ച് ആളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ ഫോൺ ബെല്ലടിച്ചു. നമ്മുടെ ശ്രീനിവാസ സാറാണ്. സർ, ഞാൻ പുറത്തേ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ എത്രയും വേഗം വരാം സർ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് വിക്രം നേരെ ശ്രീനിവാസ സാറിന്റെ അടുത്തേക്ക് പോവാണ്. പിന്നെ കാണുന്നത് കമലേനെയാണ്. അപ്പൊ കമല ആളെ ദുഃഖിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മാഷ് അങ്ങോട്ടേക്ക് വന്നിട്ട്, കമല, താനെന്ത് ഇവിടെ നിൽക്കുന്നത്? അല്ല മാഷെ, ഞാൻ തുണി ഉണങ്ങിയത് എടുക്കാൻ വന്നതാ. എന്നിട്ട് തുണി എടുത്തില്ലല്ലോ, താനിവിടെ എന്ത് നോക്കി നിൽക്കുക? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ പറ, എന്തിനാ വെറുതെ മനസ്സിലിട്ടിങ്ങനെ വെറുതെ ആവുലപ്പെട്ട് നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ ഒന്നുമില്ല മാഷേ എന്ന് പറഞ്ഞു. ഒന്നുമില്ലാഞ്ഞിട്ടാണോ മുഖം വല്ലാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഉണ്ടേ പറ. എന്താ, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് വാങ്ങാത്തത് കൊണ്ടാണോ? എന്നാലും മാഷേ, ഞാനത് വേണ്ടാന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. പക്ഷേ മാഷി വേണ്ടാന്നല്ലല്ലോ പറഞ്ഞത്. അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയല്ലേ ചെയ്തത്. അവന്റെ കണ്ണ് നിറഞ്ഞ് ഇറങ്ങിപ്പോയത്. കമല, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആ ഡ്രസ്സ് നമുക്ക് വേണ്ട. അത് അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയതല്ല. അത് അവൻ ആ ശ്രീനിവാസന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി രാഷ്ട്രീയ ഗുണ്ടയായതിന്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞു. എങ്കിലും മാഷി, അവൻ സന്തോഷത്തോടെയല്ലേ വാങ്ങിയത്? അതല്ല, അവനവന്റെ അധ്വാനം കൊണ്ട് എന്തെങ്കിലും വാങ്ങട്ടെ, അതിനുശേഷം നമുക്കത് സ്വീകരിക്കാം. എന്നാലും മാഷെ, അവന് ഇങ്ങനെ ഞാൻ ചെയ്യുന്നതിനും തെറ്റുണ്ടെന്ന് എനിക്കറിയാം. അവൻ കുറച്ചെങ്കിലും എൻ്റെ ഞാൻ ഈ കാണിക്കുന്നത് അച്ഛൻ ഇങ്ങനെ വളരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിച്ചിട്ടെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് നന്നാവും എന്ന കമല ഞാൻ കരുതിയത്. പക്ഷെ അവൻ എന്നോടുള്ള വാശി പോലെ അവൻ ഓരോ ദിവസവും നശിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. എനിക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്, കുറച്ചെങ്കിലും എന്നെങ്കിലും അവനൊന്ന് നന്നായി കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കമല എനിക്ക് എന്ന് മാഷ് ഇങ്ങനെ പറയാണ്. എന്നാലും മാഷെ, അവന്റെ മനസ്സും ഒരുപാട് വേദനിക്കുന്നുണ്ടാവില്ലേ? നീ വിഷമിക്കാതെ, എന്തെങ്കിലും ശരിയാവുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മാഷും കമലയും.
അപ്പൊ കമലയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റണില്ല. എന്നെങ്കിലും അവനൊന്ന് നന്നായി കണ്ടിട്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് കമലയുടെ സങ്കടമൊക്കെ ഇങ്ങനെ മാഷ് തൂത്ത് തുടച്ച് കളഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവനായിട്ട് തോന്നണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. അവൻ ചെയ്തത് തെറ്റെന്ന് അവന് സ്വയം ബോധ്യപ്പെടണം. അതിനുശേഷം എത്രയോ പേർ തെറ്റ് ചെയ്തു, അതിനുശേഷം അവർ എത്രയോ നന്നായി ജീവിക്കുന്നു കമല. അതുപോലെ ഇവനും ജീവിക്കാമല്ലോ. അപ്പോൾ ഞാൻ അവനെ അംഗീകരിച്ച് തുടങ്ങില്ലേ? പക്ഷെ അവൻ എന്നോട് വാശി തീർക്കല്ല ചെയ്യുന്നത്. മാഷെ, അത് പിന്നെ മാഷിന് കുറച്ച് സ്നേഹത്തോടെ. എന്ത് സ്നേഹം കമല? എങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കും എന്നൊക്കെ ചോദിച്ചാണ് മാഷ് കമലയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എങ്കിലും സാരമില്ല, ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ കാണുന്നത് ശ്രീനിവാസ സാറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് വിക്രം. ആഹാ, വന്നോ? അപ്പം ശ്രീനിവാസ സാർ ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് ചെന്നു വിക്രത്തിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നിയുക്ത സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു അഭിവാദ്യം കൊടുക്കണോ? എന്താണെങ്കിൽ അഭിവാദ്യങ്ങൾ സഖാവേ, വിപ്ലവ അഭിവാദ്യങ്ങൾ സഖാവേ എന്ന് പറഞ്ഞ കൂടെ അണികളും. സഖാവോ? എന്താ സാർ? പാർട്ടിയിലെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ആയ ഒരാളെ പിന്നെ എങ്ങനെയാണോ അഭിസംബോധന ചെയ്യുക? മുണ്ട് ഷർട്ടും ഇങ്ങിതാടോ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മുണ്ട് ഷർട്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോ ആളുകളുടെ മുൻപിൽ എളിമയും വിനയും ഉള്ളവനാണെന്ന് തോന്നാൻ വെള്ളയാ നല്ലത്. എപ്പോഴും ധരിക്കണമെന്ന് പറയില്ല, പക്ഷെ പാർട്ടി യോഗങ്ങൾക്ക് വരുമ്പോ നിർബന്ധമായും വേണം. സാർ എന്താ പറയുന്നത്? ബൈ-ഇലക്ഷൻ നമ്മൾ വിചാരിച്ചതുപോലെ ഉടനെ നടക്കാൻ സാധ്യതയില്ല. ആ സ്ഥിതിക്ക് എന്താണെങ്കിലും പാർട്ടി ഘടനയില് മൊത്തത്തിൽ ഒരു പൊളിച്ചു പണി എന്താണെങ്കിലും ഉണ്ടാവും. യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളായി നിന്നെ നിർദ്ദേശിക്കാൻ പോണത്. അതുകൊണ്ട് ഇനിയുള്ള കാലം നീ അല്പനേരം പ്രോഗ്രസീവ് പീപ്പിൾ പാർട്ടിയുടെ പ്രവർത്തകൻ കൂടിയാവണം എന്ന് പറഞ്ഞു. അടുത്ത മാസം വരാൻ പോകുന്ന സംസ്ഥാന മീറ്റിംഗിൽ നിന്റെ പേര് ഞാൻ നിർദ്ദേശിക്കും. സാറിന് ഇതെന്താ പറ്റിയത്? ഞാൻ അതിനൊന്നും പറ്റിയ ആളല്ല. ആളുകളോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒന്നും എന്നെ കൊണ്ടാവില്ല. ആര് പറഞ്ഞു? ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ കേന്ദ്ര കമ്മിറ്റിയിൽ നേതൃപദവിയിലിരിക്കുന്ന എത്രയോ നേതാക്കളുടെ രാജ്യമാണോ ഇത്? നമ്മൾ വെറുതെ ചെറിയൊരു സംസ്ഥാന പാർട്ടിയുടെ കമ്മിറ്റിയല്ലേ. ധൈര്യമായിരിക്കും. എന്നിട്ട് താൻ ഇത് മാറ്റിവാ. നമുക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസ് വരെ ഒന്ന് പോയി വരാം. ഇൻട്രൊഡക്ഷൻ ഇന്ന് തന്നെ ആവട്ടെ. സർ, സാറിന്റെ വ്യക്തിപരമായ എന്ത് ആവശ്യത്തിനും ഞാൻ ഉണ്ടാവും. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം സർ. ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരു കാര്യമുണ്ട്. ഇതെന്റെ വ്യക്തിപരമായ കാര്യം ഒന്ന് കൂട്ടിക്കോ സർ പ്ലീസ്. വീട്ടിലൊരു കാര്യത്തിന് വേണ്ടി ഒരിടം വരെ പോവായിരുന്നു. സാറ് വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സോറി സർ, എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. ഇന്ന് വേറെ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ തൽക്കാലം പോയിക്കോ. പക്ഷെ ഇതിൽ നിന്ന് ഒഴിവാകാന്ന് നീ വിചാരിക്കരുത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്റെ പേര് ഞാൻ അവതരിപ്പിക്കുക തന്നെ ചെയ്യും വിക്രം. തൽക്കാലം നീ ചെല്ല്. സർ, ധിക്കരിക്കാണെന്ന് തോന്നരുത്. ഇന്നത്തെ നിന്റെ കാര്യം നടക്കട്ടെ, നീ ചെല്ല് എന്ന് പറഞ്ഞു. ശരി സർ എന്ന് പറഞ്ഞ വിക്രം അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ശ്രീനിവാസന് ചെറിയൊരടിയ പോലെ ആയി. പക്ഷെ എങ്കിലും ശ്രീനിവാസൻ വിക്രത്തെ വിടാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ കാണുന്നത് നേരെ നമ്മുടെ രാജേട്ടന്റെയും അരിയൻകൂട്ടന്റെയും ജോസഫിന്റെയും അടുത്തേക്ക് ചെല്ലാണ്. അപ്പൊ ഇവരിങ്ങനെ ക്യാരംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ, ആ നിനക്ക് കിട്ടിയത് നല്ലൊരു ചാൻസ് അല്ലേടാ എന്ന് അനിയൻകൂട്ടൻ ഇങ്ങനെ ചോദിക്കാം. സത്യം പറഞ്ഞാല് പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടിക്ക് ചെറിയൊരു സ്ഥാനമുണ്ട്. അതിന്റെ സംസ്ഥാന നേതാവ് എന്ന് പറഞ്ഞാ അത്ര നിസ്സാര കാര്യമൊന്നും അല്ല. മാത്രമല്ല ചുമ്മാ ബൈക്ക് എടുത്ത് കറങ്ങി നടക്കുന്ന ഒരുത്തൻ എന്നുള്ള ആ ഒരു ചീത്ത പേരും നിനക്ക് മാറിക്കിട്ടും. എന്ത് പറയുന്നു? എടാ, ഞാൻ തെറ്റായ അർത്ഥത്തിൽ പറഞ്ഞതല്ല, പറയാൻ എളുപ്പമാ. പക്ഷെ ഇവനെ കൊണ്ട് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ ജോസഫേ? അത് തന്നെ എന്നെ പോലുള്ള രാഷ്ട്രീയത്തിൽ വരാന്ന് പറഞ്ഞാൽ അത് രാജ്യത്തോട് തന്നെ ചെയ്യുന്ന അനീതിയായിരിക്കും. ആ നിലയ്ക്ക് ചിന്തിച്ചാ നീ പറയുന്നത് ശരിയാണ്. പക്ഷെ നിന്നെ പോലുള്ള ആളുകളല്ല രാഷ്ട്രീയക്കാരാവേണ്ടത്. ഇത്തിരി സംശുദ്ധിയും നന്മയും ഉള്ളവരാണ്. പക്ഷേ ഈ ശ്രീനിവാസ സാറ് അങ്ങനെയാണോ? അല്ലല്ലോ. നല്ല പ്രായത്തില് അങ്ങേരെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. പുള്ളിക്കെതിരെ ഇല്ലാത്ത കേസിലായിരുന്നു കൊലപാതകം വരെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വലിയ നേതാവായില്ലേ, ജനങ്ങൾ അതൊക്കെ മറന്നു പോകും. അതൊക്കെ ഒരു കാലം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു നക്ഷത്രം കണ്ട രാത്രി മറക്കുന്നവരാ മനുഷ്യരെന്ന് ഇന്നലെ കവലയിൽ നിന്ന് ഒരു എഴുത്തുകാരൻ പ്രസംഗിക്കുന്നത് കേട്ടായിരുന്നു. എന്നാലും ഞാനില്ല. ശ്രീനിവാസ സാറിനെ അതിർത്ത് നിൽക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അതൊക്കെ നോക്കാം. ഇപ്പൊ എനിക്ക് വേണ്ടത് ഒരു ജോലിയാ. ജോലിയോ? അനിയൻകുട്ടാ, ജോസഫേ, ഇവനെന്താ പറ്റിയത്? ആർക്കറിയാം. അതെ രാജേട്ടാ,
കുറച്ച് കാശ് ഇന്നും നാളെ ആയിട്ട് ഉണ്ടാക്കണം. അത് ശ്രീൻ സാറിനോട് ചോദിച്ചാൽ പോരെ? പോരാ, എന്റെ വേർപ്പിൽ നിന്ന് എനിക്ക് അധ്വാനിച്ചുണ്ടാക്കണം എന്ന് പറഞ്ഞു. നിനക്ക് ശ്രീനിവാസ സാറിന് വേണ്ടി നീ കുറെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, ആ കാശ് വാങ്ങിയ പോരെ? ആ കാശ് വേണ്ട, എനിക്ക് അധ്വാനിച്ച് തന്നെ വേണം. അപ്പോ നീ പറഞ്ഞു വരുന്നത് നിന്റെ വിയർപ്പിൽ നിന്ന് ഉണ്ടാക്കണം എന്ന്. അപ്പോ എന്റെ പൊന്നു രാജേട്ടാ, ഇത് ഇവനായിട്ട് പറയുന്നതല്ല, അവള് ആ വേദയായിരിക്കും മിക്കവാറും ഇവന്റെ ഉപദേശക. അവള് പറഞ്ഞിട്ടാണോടാ? ആരും ഉപദേശിച്ചിട്ടൊന്നുമല്ല, എനിക്ക് സ്വയമായിട്ട് തോന്നിയതാ എന്ന് പറഞ്ഞു. നിങ്ങൾ കളിയാക്കാതെ കാര്യം പറ. പറ്റുമെങ്കിൽ പറ്റും, എനിക്കൊരു ജോലി സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ? എന്ത് ജോലിയാ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. നിനക്ക് ചുമടെടുക്കാൻ പറ്റുമോ എന്ന് രാജേട്ടൻ ചോദിച്ചപ്പോ പറ്റും. ഇവരെല്ലാവരും ഷോക്കായി പോയി. വിക്രം തന്നെയാണോ ഈ പറയുന്നത്? വിക്രത്തിന്റെ നാവിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ പറയുമെന്ന് ഇവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ചുമടെടുക്കാം, എന്ത് വേണമെങ്കിലും പണിയെടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താ സംഭവിക്കാന്നോർത്ത്. പിന്നെ നമ്മൾ കാണുന്നത് മാഷിനെയും അതുപോലെ തന്നെ കമലേനെയാണ്. അപ്പൊ രണ്ടുപേരും ദേണ്ട അമ്പലത്തിൽ വന്നു, പൂജയൊക്കെ വഴിപാടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരുടെയും പേര് പറയണം. അപ്പൊ 4 പേരുടെ പേര് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ 4 പേരുടെ പേര് പറഞ്ഞു. നമ്മുടെ ശ്രീജയുടെയും നന്ദിനിയുടെയും വിഷുവും വിനായകനും ഇവരുടെ എല്ലാം പറഞ്ഞു. അവനും നമ്മുടെ മോനല്ലേ, അപ്പം 3 പേരുടെ പേരും കൂടെ എഴുത്തോ എന്ന് പറഞ്ഞു മാഷ്. ഈ 3 പേരുടെ പേരില് ഒന്ന് കമല, പിന്നെ വിക്രം, പിന്നെ മാഷ്, ഇവരുടെ 3 പേരുടെയും കൂടിയാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ സാവിത്രി അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. വേദയുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് വിക്രം അത്ത നക്ഷത്രം, പിന്നെ നമ്മുടെ വേദ മകൻ നക്ഷത്രം എന്ന് പറഞ്ഞ് അവരുടെ 2 പേരുടെയും പേരില് ഒരു പൂജയൊക്കെ നടത്തി. അപ്പൊ പുഷ്പാഞ്ജലി ചെയ്ത് കഴിയുമ്പോഴത്തേനും, എന്താ മാഷേ നല്ലൊരു ദിവസമായിട്ട് നിങ്ങളുടെ പേരില് ഒരു വഴിപാടുമില്ലേ എന്ന് ചോദിച്ചു. വേദ മോള് വിളിച്ചപ്പോ എല്ലാ വിവരങ്ങളും പറഞ്ഞിരുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു. താങ്ക് യു. അപ്പൊ തിരിച്ചു അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്റെ പേരില് ഒരു ദമ്പതി പൂജ പോലും ചെയ്യുന്നില്ലേ? ഞാൻ അങ്ങനെ പതിവുള്ളതല്ല എന്ന് മാഷ് പറയാണ്. ശരിയാ പറഞ്ഞത്, മാഷിന് പൂജയോ വഴിപാടോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ വല്ലപ്പോഴും വന്ന് ചെയ്യാറുള്ളൂ. ഞാൻ നിങ്ങളുടെ പേരിൽ ഒരു ദമ്പതി പൂജ വേണ്ട സാവിത്രിയമ്മേ, എന്തിനാ വെറുതെ? അതൊന്നും വേണ്ട. അതെ, നിങ്ങളുടെ പേരിൽ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം എനിക്കാണ്. നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ എങ്കില് ഞാൻ ചെയ്യണ്ട എന്ന് പറയാൻ മറ്റൊരാൾക്ക് അവകാശം ഇല്ലല്ലോ. അതുകൊണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ പേരില് ഞാനൊരു ദമ്പതി പൂജയ്ക്ക് പറയാ എന്ന് പറഞ്ഞ് സുധാകരൻ മാഷിന്റെയും കമല എന്ന് പറഞ്ഞ് ദമ്പതി പൂജയ്ക്ക് തീയിട്ട് എഴുതിപ്പിക്കുകയാണ് നമ്മുടെ സാവിത്രി അമ്മ. അപ്പൊ മാഷ് ഒന്നും മിണ്ടാതങ്ങ് നിന്നൂട്ടോ. എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ മാഷ് തട്ടിക്കേറേണ്ടതാണ്. പക്ഷേങ്കില് മാഷ് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും പേരില് പൂജയൊക്കെ കഴിച്ചു, എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി വരുന്നത് നല്ല വമ്പൻ ടെസ്റ്റുകളൊക്കെ ആയിട്ടാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.